ഗുഡ് മോർണിംഗ്. എജ്യൂബ്ലിറ്റ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസിൽ ഏകദേശ ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതായത് സോഷ്യൽ സയൻസിനെ നമ്മൾ 4 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത ഭാഗങ്ങളാക്കി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. അപ്പോൾ മുന്നത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ കണ്ടിട്ട് ഏകദേശം സിലബസ് മൊത്തം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നിവിടെ എന്ത് പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി സിലബസ് എക്കണോമിക്സിലെ ഏകദേശം ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എക്കണോമിക്സ് ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് മുൻ വർഷ ചോദ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് 2021 മുതൽ 2024 വരെയുള്ള ഏകദേശം ചോദ്യങ്ങളൊക്കെ എക്കണോമിക്സ് ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു PYQ സെഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളെ കുറിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സിലബസ് മൊത്തം കവർ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ എന്തും കൂടെ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ ചോദ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് താഴെ കൊടുത്തവയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ മാനവ വികസന സൂചികയിൽ പരിഗണിക്കപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. അതായത് വിച്ച് ഇസ് നോട്ട് കൺസിഡേർഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. അതായത് HDIയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യം ഏതാണ്, താഴെ കൊടുത്തതിൽ ഏതാണ് പരിഗണിക്കാത്തത് എന്നാണ് ചോദ്യം. ഒന്നാമത്തത് ആയുർദൈർഘ്യമാണ്, ലൈഫ് എക്സ്പെക്റ്റൻസി എന്നാണ് പറയുന്നത്. അടുത്തതാണ് എന്ത്, നമ്മുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം GDP എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തതാണ് ഓപ്ഷൻ C ആണ്, മൊത്ത സ്കൂൾ പ്രവേശന നിരക്ക്, അതായത് ഗ്രോസ് സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റ്, അതായത് സ്കൂളിൽ എത്രത്തോളം ആളുകൾ പ്രവേശിക്കുന്നുണ്ട് എന്നുള്ളത്. അവസാനത്തതാണ് എന്ത്, പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ HDIനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം HDIക്ക് 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ് പ്രധാനമായിട്ടും ഉള്ളത് നമുക്കറിയാം. ഒന്നാമത്തതാണ് എന്ത്, ലൈഫ് എക്സ്പെക്റ്റൻസി അല്ലെങ്കിൽ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് എന്ത്, നമ്മുടെ ഗ്രോസ് സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ മൊത്ത സ്കൂൾ പ്രവേശന നിരക്ക് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് എന്ത്, നമ്മുടെ പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ഇതിൽ പെടാത്തത് ഏതാണ്, നമ്മുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, അതായത് ഓപ്ഷൻ B ആണ് GDP. നമ്മൾ GDP നോക്കുന്നുണ്ടോ HDIയിൽ? ഒരിക്കലും ഇല്ല. അപ്പോൾ നമുക്കറിയാം ഈ 3 കാര്യങ്ങൾ, 3 ഇൻഡിക്കേറ്റർ സൂചകങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ HDI ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനവ വികസന സൂചിക നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം എങ്ങനെയാണ് കണ്ടെത്തുന്നത്, ഈ 3 ആയുർദൈർഘ്യവും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും പ്രതിശീർഷ വരുമാനവും കൂടെ കൂട്ടിയിട്ട് നമ്മൾ 3 കൊണ്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 0ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും വാല്യൂ ഉണ്ടാവുക. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓരോ രാജ്യത്തെ നമുക്ക് വ്യത്യസ്ത 4 കാറ്റഗറി ആക്കി തിരിക്കാനായിട്ട് സാധിക്കും. അതായത് ഒന്നാമത്തെ നമുക്കറിയാം 0.550 താഴെയുള്ളതാണ് നമ്മൾ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇവിടെ താഴ്ന്ന മാനവ വികസനമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തതാണ് എന്ത്, നമ്മുടെ 0.55 ടു നമ്മുടെ 0.699, അതായത് ഒരു ഇടത്തരം ആയിട്ടുള്ള ഭാഗമാണ് നമുക്ക്, ഇടത്തരമായിട്ടുള്ള ഒരു മാനവ വികസനമാണ് കാണാൻ പറ്റുന്നത്. മൂന്നാമത്തതാണ് എന്ത്, നമ്മുടെ 0.699 ടു നമ്മുടെ, അതായത് 699 പകരം നമുക്ക് എന്തും കൂടെ പറയാം, നമുക്ക് 7 എന്ന് പറയാം കേട്ടോ. 0.702 ടു 0.799 വരെ, അതായത് ഉയർന്ന മാനവ വികസനമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണുന്നത്. ഇനി നാലാമത്തതാണ് എന്ത്, നമ്മുടെ 0.8 എബവ് ആയിട്ടുള്ള 0.8ന് കൂടുതൽ, 8ലും കൂടുതൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത് അതെന്താണ്, വളരെ ഉയർന്നതാണ്, വളരെ ഉയർന്നത്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു പോയിന്റും കൂടെ പഠിക്കാനുണ്ട്. അതായത് ഇന്ത്യ ഇതിൽ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് ചോദിച്ചാൽ ഇടത്തരമാണ്. അതായത് ഇന്ത്യയുടെ ഏകദേശം 6.68 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ്റെ സ്ഥാനം ഇടത്തരം കാറ്റഗറിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പോൾ HDIക്ക് 3 ഇൻഡിക്കേറ്റർ ആണുള്ളത്, ലൈഫ് എക്സ്പെക്റ്റൻസി, ഗ്രോസ് സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റ്, അതേപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം. ഈ 3 എണ്ണമാണ് നമ്മുടെ HDIൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇനി നമുക്ക് തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അതായത് സാമ്പത്തിക വളർച്ച എന്ന ആശയം മുഖ്യമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നത് ഏതുമായിട്ടാണ്. അതായത് ദ കോൺസെപ്റ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് പ്രൈമർലി ഫോക്കസസ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്, എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ്, നമ്മുടെ
എക്കണോമിക് ഗ്രോത്തിന്, അതായത് സാമ്പത്തിക വളർച്ചയെക്കുറിച്ചാണ്. ഒന്നാമത്തെ എന്താ ഓപ്ഷൻ കൊടുത്ത ജീവിത രീതിയിലുള്ള ഗുണപരമായിട്ടുള്ള മെച്ചപ്പെടൽ, അതായത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ദേശീയ ഉൽപ്പാദനത്തിലുള്ള പരിമാണികമായ വർധനവ്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻക്രീസ് ഇൻ നാഷണൽ ഔട്ട്പുട്ട്. അടുത്തത് വരുമാനത്തിൻ്റെ അസമത്വം കുറയ്ക്കൽ, അതായത് റിഡക്ഷൻ ഓഫ് ഇൻകം ഇനീക്വാലിറ്റി. അടുത്തതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതായത് എലിമിനേഷൻ ഓഫ് പോവർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻറ്റും പഠിച്ചപ്പോൾ സിമ്പിളായിട്ട് രണ്ടിനെയും മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും എന്താണ് ഗണപരമാണ്, അതായത് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഇനി എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗുണപരമാണ്, അതായത് ക്വാളിറ്റേറ്റീവ് ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആദ്യത്തേതായിരിക്കില്ല എന്തായാലും എന്ന് നമുക്കറിയാം. അതെന്താണ് ഗുണപരമായിട്ടുള്ള, അതായത് നമുക്കറിയാം അത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കാണിക്കുന്നതാണ്. ഇനി വരുമാനത്തിൻ്റെ അസമത്വം കുറയ്ക്കലാണോ നമ്മുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നതല്ല, നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അതൊക്കെ ഉണ്ട്. പക്ഷേ പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ ദേശീയ ഉൽപ്പാദനത്തിലുള്ള പരിണാമികമായ വർധനം, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻക്രീസ് ഇൻ നാഷണൽ ഔട്ട്പുട്ട്. നമ്മുടെ ഔട്ട്പുട്ട് കൂടുമ്പോൾ അല്ലേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അതെപ്പോഴും എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഗുണപരമാണ്. ക്വാളിറ്റേറ്റീവ് എന്ന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഗുണപരം എന്ന് പറയുന്ന സമയത്ത് അതെപ്പോഴും എന്താണ് എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്, സാമ്പത്തിക വികസനത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് അത് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സർക്കാർ സംരംഭം അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അല്ലാത്തത് ആണ് ചോദിച്ചത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ഫോർ ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെ അറിയാം? നമുക്ക് PDS അറിയാം, അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നമ്മുടെ റേഷൻ കടകൾ. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ളതാണത്. അപ്പോൾ ഇതായിരിക്കില്ല നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തതാണ് ICDS എന്ന് പറയുന്നത്, അതായത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമാണ്. അതായത് നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന, അതായത് അംഗനവാടിയിലൂടെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇതാണ്. എന്താ പറയുക, ഗർഭിണികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന, ചെറിയ കുട്ടികൾക്കൊക്കെ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. അത് ഫുഡ് സെക്യൂരിറ്റിൻ്റെ ഭാഗമാണ് അല്ലേ, ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതുമല്ല ആൻസർ എന്ന് നമുക്കറിയാം. ഇനിയുള്ളതാണ് PMKVYയും അതേപോലെ തന്നെ PMGKAY എന്ന് പറയുന്നത്. ഇതിലേതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ PMGKAY എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? പ്രധാൻമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയാണ്. പ്രധാൻമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ അന്ന എന്ന് പറയുമ്പം തന്നെ നമുക്ക് ചെറിയൊരു ലോജിക്ക് വെച്ചിട്ടും നമുക്ക് ഓപ്ഷൻ ആൻസർ കറക്റ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അന്ന എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാമല്ലോ എന്തോ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതും ആയിരിക്കില്ല നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോറി, ഇതാണ് ഞാൻ നേരത്തെ ഇതാക്കിയത്. അപ്പോൾ ഇതുമല്ല, നമുക്ക് ICDSും അല്ല. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. അതായത് പ്രധാൻമന്ത്രി കൗശൽ വികാസ് യോജനയാണ്. അതായത് PMKY എന്ന് പറയുന്നത്, PMKVY എന്ന് പറയുന്നത് എന്താണ്? പ്രധാൻമന്ത്രി K എന്ന് പറയുന്നത് കൗശൽ വി എന്ന് പറയുന്നത് വികാസ്, വൈ അറിയാലോ യോജന. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, യോജന എന്തിനുള്ളതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുണ്ടാവില്ലേ. ഈ സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട്, അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, വ്യവസായശാലകളിലൊക്കെ നമ്മുടെ ആൾക്കാരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഏത് വന്നിട്ടുള്ളത്? നമ്മുടെ PMKVY വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ എന്താണ്? നമ്മുടെ ഭക്ഷ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം നമ്മളൊരു ചോദ്യം നോക്കണം, വിച്ച് ഈസ് നോട്ട് എന്നാണ് ചോദിച്ചത്, അല്ലാത്തത് ഏതാ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതിയിലെ പ്രാഥമിക ലക്ഷ്യം ഏതായിരുന്നു? 2ാം പഞ്ചവത്സര പദ്ധതിയിലെ
വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് സെക്കൻഡ് 5-year പ്ലാൻ. അപ്പോൾ സെക്കൻഡ് 5-year പ്ലാൻ്റെ എന്താണ് ഒരു ഒബ്ജക്റ്റീവാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ 5-year പ്ലാൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒന്നെന്താണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്, കയറ്റുമതി കേന്ദ്രീകൃത വളർച്ച പരിപോഷിപ്പിക്കലാണ്, അതായത് ഫോസ്റ്റർ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഗ്രോത്ത്. നമ്മൾ 2ാം പഞ്ചവത്സര പദ്ധതി ആയിട്ടേ ഉള്ളൂ, അപ്പം നമ്മൾ എക്സ്പോർട്ടിനൊന്നും കാര്യമായിട്ട് പ്രാധാന്യം വന്ന് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, പ്രൊമോട്ടിംഗ് പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. പ്രൈവറ്റൈസേഷനെ കുറിച്ചൊക്കെ നമ്മൾ ഏകദേശം 1991 നമ്മുടെ റിഫോംസ് ഒക്കെ വരുന്ന സമയത്താണ് അതിന് പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഇതുമല്ല, കാരണം നമുക്കറിയാം ഇത് 56-61 വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതുമല്ല. ഇനി കാർഷിക സ്വയം പര്യാപ്തത ഉറപ്പിലാക്കൽ, എൻഷുറിങ് അഗ്രികൾച്ചറൽ സെൽഫ് സഫിഷ്യൻറ്റി, അതായത് അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഏതിനാണ്, നമ്മുടെ ഫസ്റ്റ് 5-year പ്ലാനിനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ 51 മുതൽ 56 വരെയായിരുന്നു നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് എന്തിനു കൊടുത്തിട്ടുള്ളത്, നമ്മുടെ അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുത്തത്. അപ്പം നമ്മുടെ ചോദ്യം എന്തായിരുന്നു, നമ്മുടെ സെക്കൻഡ് 5-year പ്ലാനിൽ 2ാം പഞ്ചവത്സര പദ്ധതിയിൽ ഏതിനാണ് പ്രാധാന്യം കൊടുത്തത്, പ്രാഥമിക ലക്ഷ്യം ഏതായിരുന്നു എന്നാണ്. എന്താണ്, ദ്രുതഗതിയിലുള്ള വ്യാവസായികവൽക്കരണം ആർജിക്കൽ, അതായത് അച്ചീവിങ് റാപ്പിഡ് ഇൻഡസ്ട്രിയൽ സെക്ടറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സെക്കൻഡ് 5-year പ്ലാനിന് നമ്മൾ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻ എ ആണെന്ത്, നമ്മുടെ ഈ ഒരു ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 5-year പ്ലാൻ എന്ന് പറയുന്നത് എന്തിനാണ്, നമ്മുടെ അഗ്രികൾച്ചറിനാണ്. രണ്ടാമത്തേത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിക്കാണ്, അല്ലെങ്കിൽ വ്യവസായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, റിപ്പീറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്നതാണ്. അപ്പം നമുക്കറിയാം 1950 നമുക്ക് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ 1950 എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലാനിംഗ് കമ്മീഷൻ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു, അല്ലെ, ആസൂത്രണ കമ്മിറ്റി നമുക്ക് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കമ്മിറ്റി വന്നത് അന്നാണ്. അതിനുശേഷം നമുക്കറിയാം 1951 തൊട്ട് 56 വരെയാണ് നമ്മുടെ ഫസ്റ്റ് 5-year പ്ലാൻ വരുന്നത്. 56 മുതൽ 61 വരെയാണ് നമ്മുടെ സെക്കൻഡ് 5-year പ്ലാനൊക്കെ വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് 2014 വരെ ഈ പ്ലാനിംഗ് കമ്മീഷനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ 2015 ജാനുവരി 1 നമുക്കറിയാം എന്ത്, ഈ പ്ലാനിംഗ് കമ്മീഷൻ മാറിയിട്ട് എന്ത് നിലവിൽ വന്നു, നീതി ആയോഗ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിലുള്ള കാര്യങ്ങൾ, പ്ലാനിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്. അപ്പം നീതി ആയോഗ് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഓരോ സമയത്തുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. ഇനി വൈസ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ, അതായത് 2015 ആ ഒരു സമയത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് 2015 നമ്മുടെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗിരിയ എന്ന് പറയുന്ന ആളാണ്. നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള വൈസ് ചെയർമാൻ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് മുകളിലേക്ക് എഴുതാം, 2025 അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഈ ഒരു ആൾ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ സുമൻ ബെറി എന്ന് പറയുന്ന ആളാണ് ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ 2014 വരെ മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ, പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നുള്ളൂ. 2015 എന്ത് ചെയ്തു, അത് നീതി ആയോഗായിട്ട് മാറുന്നു. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ആണെന്ത്, അതിൻ്റെ ചെയർമാൻ, ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ അരവിന്ദ് പനഗിരിയാണ്. ഇപ്പോഴത്തെ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുമൻ ബെറിയാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കാരണം സ്ഥിരമായിട്ടൊരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു 3-4 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏത് എന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതായത് WTO എന്നാണ് നിലവിൽ വന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദ്യം. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ
ഓപ്ഷൻ സി ആണ്, ജനീവയിലാണ് എന്ത്, അതായത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിലവിൽ വന്നിട്ടുള്ളത് എന്നാണ്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1995 ജാനുവരി 1-നാണ്. ജാനുവരി 1-നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വർഷം സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജനീവയിലാണ്, സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് എന്ത് ചെയ്യുന്നത്, WTO നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതായത് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയിലാണ്. 1995 ജനുവരി 1-നാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത ചോദ്യമാണ്, കേരളത്തിൽ ഏത് ജില്ലയിലാണ് കയർ ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രമായി അറിയപ്പെടുന്നത്? വിച്ച് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള ഈസ് നോൺ ആസ് ദി ഹബ് ഓഫ് കയർ പ്രൊഡക്ഷൻ? നമുക്കറിയാം, നമുക്ക് സ്ഥിരമായി നമുക്ക് പണ്ട് തൊട്ടേ നമുക്ക് അറിവുള്ള ഒരു ചോദ്യമാണ്. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആലപ്പുഴയിലാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യം വരുന്നത്. നമ്മുടെ ആലപ്പുഴയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണിത്, 2024 ഏപ്രിൽ മാസം അടിസ്ഥാനമാക്കി ഇന്ത്യയിലുള്ള ദേശസാൽകൃത വാണിജ്യ ബാങ്കുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ the number of nationalized commercial bank in India as on April 2024 എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാഷണലൈസേഷൻ, പ്രാധാന്യമായിട്ട് നാഷണലൈസേഷൻ ഇന്ത്യയിൽ വരുന്നത് ഏകദേശം 1969 വരുന്നത്. ദേശസാൽക്കരണം അല്ലെങ്കിൽ നമ്മുടെ നാഷണലൈസേഷൻ വരുന്നത് എന്നാണ്, ഈ ഒരു 69 വരുന്നത്. അതായത് അന്ന് എത്ര ബാങ്ക് ചെയ്തിട്ടുണ്ട്, 14 ബാങ്കുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നാഷണലൈസ് ചെയ്തിട്ടുള്ളത്. ആരുടെ കാലത്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നു എന്ത്, ഈ ഒരു നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നീട് 1980 എന്ത് ചെയ്തു, വീണ്ടും 6 ബാങ്കുകളും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ദേശസാൽക്കരണം നടത്തിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും നാഷണലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി 2024 സമയത്ത് അത് 12 ബാങ്കായിട്ട് എന്ത് ചെയ്തു, നാഷണലൈസ് ചെയ്തു. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻസ് തരും, ഇതിലേതാണ് നാഷണലൈസ് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ SBI, 12 എണ്ണത്തിൽ ഒന്ന് SBI ആണ്. ഒന്നെന്താണ് PNB, അതായത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. അടുത്തതാണ് ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്ന BOB എന്ന് പറയും. അടുത്തതാണ് നമ്മുടെ കാനറ ബാങ്ക്. പിന്നെ അടുത്ത 5-മത്തേതാണ് എന്ത്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയും, ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ വരുന്നതാണ് എന്ത്, ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്തത് ഇന്ത്യൻ ബാങ്ക്. അടുത്തത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്തത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. അടുത്തത് UCO ബാങ്ക്. അടുത്തത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. അവസാനത്തേതാണെന്ത്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ 2024 എത്രയാണ് നമ്മുടെ ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 12 ബാങ്കാണ്. ഏതൊക്കെയാണ് 12? ഒന്ന് SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, PNB പഞ്ചാബ് നാഷണൽ ബാങ്ക്, BOB അതായത് ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയും. പിന്നെ നമ്മുടെ കാനറ ബാങ്ക് ഉണ്ട്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, അതേപോലെ ഇന്ത്യൻ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, UCO ബാങ്ക്, അതേപോലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. ഈ 12 ബാങ്കുകളാണ് നമുക്ക് നാഷണലൈസ് ചെയ്തിട്ടുള്ളത്. ഇതല്ലാത്ത ബാങ്കുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, നാഷണലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ 12 എണ്ണമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 2024 എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഇത് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത ചോദ്യമാണെന്ത്, നമ്മുടെ ഇന്ത്യയിൽ അവസാനമായി ജനസംഖ്യാ കണക്കെടുപ്പ് നടന്ന വർഷം. ഇൻ വിച്ച് ഇയർ വാസ് ദ ലാസ്റ്റ് സെൻസസ് ഇൻ ഇന്ത്യ ക്യാരിഡ് ഔട്ട്? അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കറിയാം 2011 എന്ത് ചെയ്യുന്നത്, നമുക്ക് സെൻസസ് ലാസ്റ്റായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം. 10 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് 2011, കാരണം 2021 നടക്കേണ്ടത്, പക്ഷേ അന്ന് നടന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, കൊറോണൻ്റെ കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം നടന്നിട്ടില്ല. അപ്പം നമ്മൾ
എപ്പോഴും പറയുന്നത് 2011 സെൻസസ് പ്രകാരമാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നടന്നത് ഏതാണ്? 2011 നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു പാർട്ടായിട്ട് പറയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ചോദ്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലേക്ക് വരാം. അപ്പം നിങ്ങൾ സിലബസ് കവർ ചെയ്യുന്നതോടൊപ്പം എന്തും കൂടെ ചെയ്യണം, ഇതേപോലുള്ള PYQs നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യങ്ങളും കൂടെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം, തൊട്ടടുത്ത ക്ലാസ്സിൽ വരാം. അപ്പോൾ താങ്ക് യു.